ചാണകത്തിൽ ചവിട്ടാത്തത് കൊണ്ട് കേരളത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ ദിവസവും നമ്മൾ TV തുറന്നു നോക്കുമ്പോൾ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ തുറന്നു നോക്കുമ്പോൾ തന്നെ ഭയപ്പാടോടുകൂടി അതല്ലെങ്കിൽ നമ്മുടെ അരികത്ത് കുട്ടികളുണ്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രായമായവരുണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഇന്നിപ്പോൾ ചാനലുകളായാലും സോഷ്യൽ മീഡിയയിൽ തുറക്കാൻ പറ്റുകയുള്ളൂ എന്ന അവസ്ഥ തന്നെയാണുള്ളത്. ഇന്ന് മുതൽ രാവിലെ മുതൽ വാർത്തകൾ കേട്ടതിൽ പ്രധാനപ്പെട്ട 2-3 വാർത്തകൾ നമ്മളിവിടെ ഉദ്ധരിക്കേണ്ടതുണ്ട്. ചാണകത്തിൽ ചവിട്ടാത്ത ഈ പ്രത്യേകിച്ച് കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, അതിൽ വയനാട്ടിലെ ആ ഒരു കുട്ടിയുടെ കൊലപാതകത്തെ മാറ്റിവെക്കാം, അത് ഇന്നലെ നമ്മൾ കാണുന്നതായതുകൊണ്ട് അത് മാറ്റിവെക്കാം. മറ്റൊരു വാർത്തയായിരുന്നു 80 വയസ്സ് കഴിഞ്ഞ ഒരു വൃദ്ധ ഇന്ന് ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു വാർത്ത. എന്തിനു വേണ്ടിയായിരുന്നു ഈ പറയുന്ന ചാണകം ചവിട്ടാത്ത കേരളത്തിൽ ഈ പറയുന്ന സംഘി BJP വിരുദ്ധത പടർത്തിക്കൊണ്ട് ഇവിടെ ഇസ്ലാമിക ഭീകരന്മാരുടെ കാലുറപ്പിച്ച് നിർത്താൻ വേണ്ടി ഹെഡ് ഓഫീസാക്കി മാറ്റിയ ഇവിടെ എന്തുകൊണ്ടാണ് ആ അമ്മയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ടത് വന്നത് എന്ന് ചിന്തിക്കുന്നില്ല. ഇവിടത്തെ പ്രബുദ്ധനാണ് ഞാൻ എന്ന് പറഞ്ഞ് നടക്കുന്ന മലയാളി എന്നതാണ് യാഥാർത്ഥ്യം. ആ അമ്മയ്ക്ക് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള പെൻഷൻ തുക മുടങ്ങിയിട്ട് ആഴ്ചകളായി എന്നുള്ള വാർത്ത ഒരു മലയാളിയും പ്രചരിപ്പിക്കില്ല, ഒരു മാധ്യമവും പ്രചരിപ്പിക്കില്ല. മാത്രമല്ല മലയാളിയുടെ വീട്ടിൽ സംഭവിച്ചാൽ മാത്രമേ അത് എന്നെ ബാധിക്കുന്ന വിഷയമാവുകയുള്ളൂ എന്ന ചിന്തയുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ അനാഥാലയങ്ങളും അതുപോലെ വൃദ്ധസദനങ്ങളുമുള്ള ഈ കേരളം എന്നത് എടുത്ത് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് അവനവന്റെ വീട്ടിൽ വൃദ്ധകൾ ഉണ്ടെങ്കിൽ പോലും അതിനെ കാര്യമായിട്ട് മനസ്സുകൊണ്ട് ചിന്തിക്കാതെ ഹൃദയം കൊണ്ട് സ്നേഹിക്കാത്ത മനുഷ്യന്മാരായി മാറിയിട്ടുള്ള ഈ കേരളത്തിൽ കേട്ട ആ ഒരു വാർത്തയെ നമ്മൾ മാറ്റി വെക്കേണ്ടതുണ്ട്. അത് ചാണകത്തിൽ ചവിട്ടാത്ത കേരളത്തിൽ നിന്ന് മാത്രം ഇന്ന് കേൾക്കുന്ന വാർത്തയാണ്. മറ്റൊന്നാണ്, നമ്മൾക്കറിയാം അന്യ സംസ്ഥാനങ്ങളിലേക്ക് നോക്കി ഏകദേശം മോദി സർക്കാർ വരുന്നതിന് മുൻപ് 10 വർഷങ്ങൾക്ക് മുൻപ് നോക്കിക്കൊണ്ട് ഉത്തരേന്ത്യയിലേക്കും അതല്ലെങ്കിൽ യോഗി സർക്കാർ വരുന്നതിന് മുൻപ് ഉത്തരേന്ത്യയിലേക്കും മറ്റ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് റെയിൽവേ പാളത്തിൽ തൂറുന്നവനല്ലേ, പച്ചമലയാളത്തിൽ പറഞ്ഞാൽ റെയിൽവേ പാളത്തിൽ ഇരുന്ന് കക്കൂസ് ഉപയോഗം നടത്തുന്നവരല്ലേ നിങ്ങളൊക്കെ, മനുഷ്യനാവണം എന്നുണ്ടെങ്കിൽ കേരളത്തിലേക്ക് വരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ട്രോളുകളും ഇന്ന് പോലും കണ്ടു. മനുഷ്യനാവാനും ഹിന്ദു ആവാനും 2 തരം തിരിച്ചാണ് ഇവർ പറഞ്ഞത്. ഉത്തരേന്ത്യയിലും മറ്റു BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദുവായി ജീവിക്കാം, പക്ഷേ മലയാളത്തിൽ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ വ്യത്യാസമുണ്ട്, കേരളത്തിൽ മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന ആ ഒരു മുദ്രാവാക്യമൊക്കെ ഉയർത്തി നടക്കുന്ന ട്രോളുകളൊക്കെ ഇന്ന് രാവിലെ മുതൽ ഇഷ്ടംപോലെ കണ്ടു. അത്തരത്തിൽ ഈ മലയാള നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതാ മനുഷ്യന്മാർ മാറിക്കൊണ്ട് ഈ പറയുന്ന മനുഷ്യന്മാരല്ല ഇവിടെയുള്ളത്, കൃമികീടങ്ങൾക്ക് തുല്യമായിട്ടുള്ള മനുഷ്യന്മാർ പോലും ആണ് ഇന്ന് ഇവിടെ ഉള്ളത് എന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വയനാട് കൊല്ലപ്പെട്ട ആ കുട്ടിയെ SFI എന്ന് പറയുന്ന കൊടും ഭീകര സംഘം എന്ന് തന്നെ അക്ഷരം തെറ്റാതെ വിളിക്കാവുന്ന ആ സംഘടന 3 ദിവസം അതിക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ട് ഭക്ഷണം പോലും വെള്ളം പോലും കൊടുക്കാതെ കൊന്നൊടുക്കിയ കുട്ടി എന്ന് തന്നെ പറയേണ്ടതുണ്ട്. ആ കൊന്നൊടുക്കിയ കുട്ടിയെ കാണാമെന്നുണ്ടെങ്കിൽ പ്രബുദ്ധ കേരളത്തിൽ മാത്രമേ പറ്റുകയുള്ളൂ. അത് ചാണകം ചവിട്ടാത്തത് കൊണ്ട് തന്നെയാണ്. സുരേഷ് ഗോപി ആയാലും അതല്ലെങ്കിൽ ഒട്ടേറെ പ്രമുഖ വ്യക്തികൾ BJP-യിലേക്ക് മാത്രം വന്നുകൊണ്ട് അതല്ലെങ്കിൽ ഇവരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ചാണകത്തിൽ ചവിട്ടിക്കൊണ്ട് ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ടും അറിയാം, തലയ്ക്കുള്ളിൽ ആൾതാമസമുള്ള വിവരമുള്ള വിദ്യാഭ്യാസമുള്ള ബുദ്ധിയുള്ള ആളുകൾ കൃത്യമായിട്ട് ചാണകത്തിൽ ചവിട്ടിക്കൊണ്ട് മുന്നോട്ട് വരുമ്പോൾ ഒരു വിവരവും ഇല്ലാത്ത ഈ പറയുന്ന ഇസ്ലാമിക ഭീകരത മാത്രം തലയിൽ പേറിക്കൊണ്ട് നടക്കുന്ന KT ജലീലുമാരെ മാത്രം വിജയിപ്പിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പോലും ആക്കിയിട്ടുള്ള ഈ നാട്ടിലേക്ക് ഇത്തരത്തിൽ പ്രബുദ്ധരായിട്ടുള്ള അതല്ലെങ്കിൽ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ കയറി വരുമ്പോൾ ഏതിൽ ചവിട്ടുന്നു എന്നുള്ളതും KT ജലീലുമാർ എന്തിൽ ചവിട്ടുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നരേന്ദ്രമോദിജി വിഭാവനം ചെയ്തിട്ടുള്ള ഭരണം കൃത്യമായിട്ട് 2014 ശേഷം നാരിയുടെ കീഴിൽ പരിശോധിക്കേണ്ടത് തന്നെയാണ്. ഇവരെല്ലാവരും ചുറ്റിക്കറങ്ങിയ നവകേരള സദസ്സോ എന്തോ ഒരു വലിയ സദസ്സ് അവര് ബസ്സിൽ ചുറ്റിക്കറങ്ങി നടന്നിരുന്നല്ലോ. ആ ബസ്സിനെ മ്യൂസിയം ആക്കി വെച്ച് കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാം എന്ന് പറഞ്ഞൊരു മന്ത്രി ഉണ്ടായിരുന്നു, ബാലൻ മന്ത്രി. ഈ ബാലൻ മന്ത്രിയാണെന്ന് എനിക്കറിയില്ല, എത്ര മന്ത്രിമാർ കുറെ ഉണ്ട്, ഒക്കെ കണക്കായതുകൊണ്ട് ഇവന്മാരുടെ പേര് പോലും കേരളത്തിൽ അറിയില്ല എന്നുള്ളത്. ഈ AK ബാലൻ പറഞ്ഞു കളഞ്ഞത് ഈ വണ്ടി മ്യൂസിയത്തിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ പിണറായി വിജയനും ബാക്കി വരുന്ന മന്ത്രിമാരും അപ്പിയിട്ട ഈ കക്കൂസ് വരെ കാണാൻ വരെ ആളുകൾ വരുമെന്നും അതിന് കാശ് കിട്ടുമെന്നും പറഞ്ഞ ആ വണ്ടിയുടെ അവസ്ഥ പോലും 1 കോടിക്ക് മുകളിലുള്ള പൈസ മുടക്കിക്കൊണ്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കാത്ത പൈസ എടുത്തുകൊണ്ട് ഉണ്ടാക്കിയ ആ ഒരു ഇപ്പോ KM ഷാജഹാൻ സാറിന്റെ ഒക്കെ വാക്കിൽ പറയുകയാണെങ്കിൽ ആ കക്കൂസ് വണ്ടി, ആ അപ്പി വണ്ടി പോലും ഇന്ന് എവിടെയാണ് കർണാടകത്തിലേക്ക് വീണ്ടും കൊണ്ടുപോയിട്ടുള്ളത്, ആൾട്ടർ ചെയ്തുകൊണ്ട് ഇനി വേറെ എന്തൊക്കെ ചെയ്യാൻ പോകുന്ന പറയുന്ന കേൾക്കുന്നു. എന്തായാലും ഇത്തരത്തിൽ കേരള ജനത എന്തായാലും ഇനിയും ചാണകം ചവിട്ടരുത് എന്ന് തന്നെയാണ് എന്റെ വലിയ ഒരു അഭിപ്രായം. കാരണം ചവിട്ടാതെ തന്നെ ഇങ്ങനെ മുന്നോട്ട്
മുന്നോട്ട് പോയി ഏതറ്റം വരെ പോകും എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ വയനാട് കണ്ടു. 22 വയസ്സുകാരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ കുട്ടിയെ ഒരു അമ്മയുടെ പൊന്നോമന മകനെ 3 ദിവസം ഭക്ഷണവും ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ അടിച്ചും വെട്ടിയും കുത്തിയും അവസാനം തൂങ്ങി ആടുന്ന അവനെ നമ്മൾ കണ്ടു. എന്തിനേറെ ഒരു നേരത്തെ ഭക്ഷണം മോഷ്ടിച്ചു എന്ന പേരിൽ മധുവിനെ ചവിട്ടിയും അടിച്ചും കൊന്ന നാടാണ് ഈ കേന്ദ്രം. ഇങ്ങനെ ഒട്ടനവധി എണ്ണിയാലൊടുങ്ങാത്ത വാളയാറിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ ആ ആടുന്ന കുട്ടികളുടെ ആ ഷമ്മിയുടെ ആ ചിത്രം ഇന്നും നമ്മുടെ മനസ്സിൽ നിന്ന് കണ്ണീര് വരുത്തുന്ന ആ സംഭവം തന്നെയാണ്. അത്തരത്തിൽ ശാപം പിടിച്ച നാടായി എങ്ങനെയാണ് ഈ കേരളം മാറിയത്? ഇത്ര കണ്ട് ക്രൂരത മാത്രം വിളയാടുന്ന രീതിയിലേക്ക് ദൈവത്തിന്റെ നാടിനെ ചെകുത്താന് കൂട്ടിക്കൊടുത്ത് ചെകുത്താന്റെ നാടാക്കി മാറ്റിയത് ആരാണ്? ഇവിടെ മാറി മാറി ഭരിച്ച ഇടതും വലതും തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം. കാരണം BJPക്ക് ഇവിടെ ഭരിക്കാൻ നിങ്ങൾ അവസരം കൊടുത്തിട്ടില്ല. ഇത്രയും കാലം 6.5 പതിറ്റാണ്ട് ഭാരതം കട്ടുപിടിച്ച ഈ പറയുന്ന മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടിയാണോ ഇനി ഗണ്ഡിയാണോ എന്ന സംശയം ഇപ്പോഴും പ്രബുദ്ധ മലയാളിക്ക് മനസ്സിലായിട്ടില്ല. ഈ ഗണ്ഡി കുടുംബം അടക്കി ഭരിച്ച് എന്തായിരുന്നു ഭാരതത്തെ കാട്ടിക്കൂട്ടിയത്? 2014 ശേഷം നരേന്ദ്രമോദിജി വന്നതിന് ശേഷം ഇന്ന് ലോക റാങ്കിങ്ങിൽ തന്നെ ഭാരതത്തിന്റെ സാമ്പത്തിക വളർച്ച എത്രത്തോളം ഉണ്ട് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വിദേശത്തുള്ള മലയാളികളോട് ചോദിച്ചു നോക്കൂ. ഇന്ന് നിങ്ങൾ വിദേശത്ത് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ, വിദേശത്ത് ജോലിയെടുക്കുന്ന ഒരാളാണെങ്കിൽ ഭാരതത്തിന്റെ മൂല്യം ഇന്ന് എത്രയുണ്ട് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്കും. ഇവിടെ കഴുത കാമം കരഞ്ഞു തീർക്കും എന്ന് പറയുന്ന പോലെ തന്നെ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന രീതിയിൽ തന്നെ കേരളത്തിൽ ഞങ്ങൾ ചാണകം ചവിട്ടിയില്ല, ഞങ്ങൾ പ്രബുദ്ധർ, ഇതാ BJPയെയും RSSനെയും പടിക്ക് പിണ്ടം വെച്ചിരിക്കുന്നു പടിയടച്ചെന്ന് പറയുന്ന നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ കാണുന്നതല്ല ലോകം, നിങ്ങൾ കണ്ടതല്ല ലോകം, വരാനിരിക്കുന്ന നാളുകളാണ് ലോകം. ഭാരതത്തിൽ ഈ കേരളമല്ലാതെ വേറെ ഏതെങ്കിലും സംസ്ഥാനം മദ്യം വിറ്റും ലോട്ടറി വിറ്റും അതല്ലെങ്കിൽ പാവപ്പെട്ടവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചും വരുമാനം ഉണ്ടാക്കിക്കൊണ്ട് ഈ പറയുന്ന മന്ത്രിമാർക്ക് ശമ്പളം കൊടുക്കാനും കൈയിട്ട് വാരാനും നക്കാനും മക്കൾക്ക് സമ്പാദിക്കാനും ഇനി വേണ്ട എല്ലാവിധ തെമ്മാടിത്തരത്തിലും ഉപയോഗിക്കുന്ന ഒരു നാടുണ്ടെങ്കിൽ അത് ഈ നാട് മാത്രമാണ്. ഇന്നിപ്പോൾ സ്വർഗത്തിൽ ഇരുന്നാണോ നരകത്തിൽ ഇരുന്നാണോ എന്ന് എനിക്കറിയില്ല. KPSC ലളിത എന്ന് പറയുന്ന ഒരു നടി ഉണ്ടായിരുന്നു, ഇന്നസെന്റ് എന്ന് പറയുന്ന ഒരു നടൻ ഉണ്ടായിരുന്നു. രണ്ടുപേരും ഏകദേശം 1 വർഷ കാലാവധിക്ക് ഗ്യാപ്പിൽ തന്നെ അവർ അന്തരിച്ച് സ്വർഗം പൂകി എന്ന് തന്നെ നമ്മൾക്ക് പറയാം. ആ സ്വർഗത്തിലിരുന്ന് കണ്ണീർ പൊഴിക്കുന്ന 2 വ്യക്തികൾ ഉണ്ടെങ്കിൽ ഈ 2 വ്യക്തികളാ. കാരണം എന്താ? ഈ കുടുംബങ്ങളെല്ലാം മദ്യം ഇതാ നിർത്തലാക്കാൻ പോകുന്നു, മദ്യശാലകൾ നിർത്താൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് നേടാൻ വേണ്ടി ആ പാവങ്ങളെ വെച്ച് പരസ്യം പിടിച്ചുകൊണ്ട് LDF വരും എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ പരസ്യം പിടിച്ചുകൊണ്ട് ആ പാവങ്ങൾ ഇന്ന് കണ്ണീരൊഴുക്കിക്കൊണ്ട് സ്വർഗത്തിൽ പോലും ഒരു മനുഷ്യന് സ്വർഗമുണ്ടോ ഇല്ലയോ എന്നുള്ള സെക്കൻഡറി, ആ പാവങ്ങളുടെ കണ്ണീരിന് പോലും വില കൊടുക്കേണ്ടി വരും ഇതുപോലെയുള്ള ചാണകം ചവിട്ടാത്ത ഈ പ്രബുദ്ധ മലയാളി എന്നുള്ളതാണ്. ചൊറിയാതെ വയ്യ എന്ന നമ്മുടെ ഈ പ്രോഗ്രാം തിങ്കൾ മുതൽ വെള്ളി വരെ 8 മണി മുതൽ 9 മണി വരെയാണ്. ചെറിയ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു മാത്രം. 8 മണിക്ക് തുടങ്ങി 9 മണിക്ക് അവസാനിക്കുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് കൃത്യമായിട്ടും അതാത് ദിവസങ്ങളിൽ രാവിലെ ഉച്ചയ്ക്ക് മുൻപായിട്ട് നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ്, ജാമിദ ടീച്ചറുടെ ചാനൽ ആയാലും വിബിൻലാലിന്റെ ചാനൽ ഫാസ്റ്റ് റിപ്പോർട്ട്സ് ആയാലും നമ്മുടെ ചാനൽ ന്യൂസ് കഫേ ആയാലും അതല്ലെങ്കിൽ സിജോ എന്ന് പറയുന്ന നമ്മുടെ മറ്റൊരു ആള് അദ്ദേഹത്തിന്റെ ചാനലായിട്ട് ന്യൂസ് ഹണ്ടർ ആയാലും ഇതിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഉച്ചയ്ക്ക് മുൻപായിട്ട് നമ്മൾ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുന്നതായിരിക്കും. പ്രേക്ഷകർക്ക് അതിൽ പറയാം നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തൊക്കെ വിഷയങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ചൊറിയാതെ വയ്യിൽ വരേണ്ടതെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. അത് നോക്കിക്കൊണ്ട് തന്നെയായിരിക്കും നമ്മുടെ സബ്ജക്ട് നമ്മൾ സെലക്ട് ചെയ്യുക എന്ന് പറയുകയാണ്. എന്തായാലും ഇന്നത്തെ ചൊറിയാതെ വയ്യ തൽക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും നമ്മുടെ മാന്യ പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദിയുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന ജാമിദ ടീച്ചറായാലും വിബിൻലാലായാലും ഞാനായാലും എനിക്ക് സ്വയം നന്ദി പറയുന്നു. നമസ്കാരമായിരുന്നു. ജയ് ഹിന്ദ്, ശുഭരാത്രി, ശുഭനിദ്ര.